ഭയങ്കര സന്തോഷമായിരിക്കണം. ശൈലജ, വിഴിഞ്ഞം തുറമുഖത്തിന് ഉദ്ഘാടനം, അതിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടം എന്തൊരു തലയെടുപ്പോട് കൂടി നിൽക്കുന്നു നോക്കണം. ആഴിപ്പൊളിയിലടാ നമ്മളെ ദേശബോധിനി പത്രം, നിങ്ങളുടെ പത്രം. ഇതിനകത്ത് വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. അതല്ല, ഇതാണ് പത്രം, ജന്മനാട്. ഇതിനകത്തുണ്ട് പ്രധാനമന്ത്രി, വിഴിഞ്ഞം തുറമുഖം, അദാനി. ആഹാ, അന്തസ്, എന്ത് സുഖം നോക്കി നോക്കി. ഓപ്പാണ്. എടാ നീയൊക്കെ എന്ത് ചെയ്തിട്ടാ വിഴിഞ്ഞം തുറമുഖത്തിന് മുമ്പേ കിടന്ന് എഴുതിയിരിക്കുന്നത്? എടാ 5360 കോടി രൂപ മുടക്കി ഈ വിഴിഞ്ഞം തുറമുഖം പദ്ധതി നടപ്പിലാക്കിയത് നമ്മൾ. പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയെ വിളിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വിളിച്ചത്. മനസ്സിലായ? ഒന്നണ്ണ പൊട്ടത്തരം വിളിച്ച് പറയല്ലേ ഇങ്ങനെ. അണ്ണാ, സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാര് ശമ്പളം കിട്ടാതെ ശമ്പളം തായോ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ഈ 5360 കോടി എവിടുന്ന് നിങ്ങൾ ശമ്പളം തായോ നമ്മുടെ ശശി എണ്ണായി എല്ലാ മാസവും ശമ്പളം വാങ്ങിക്കുന്ന ആളാണ്. നമ്മുടെ ഗോപി എണ്ണായി എല്ലാ മാസവും പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. എടാ 29 സംസ്ഥാനത്തില് 28 സംസ്ഥാനം പകുതി ശമ്പളം കൊടുത്തപ്പോ മുഴുവൻ ശമ്പളം കൊടുത്ത സംസ്ഥാനമാണ് കേരളം. മനസ്സിലായോ? നമ്മുടെ മുഖ്യ മനസ്സിലായാണ്. 850 കോടി നിങ്ങൾക്ക് വായ്പയും തന്ന് അദാനിയെ കൊണ്ടൊന്ന് ഈ പദ്ധതിയിൽ ഇടപാട് ചെയ്തിട്ട് അദാനിയെ കൊണ്ട് പദ്ധതി പൂർത്തീകരിച്ച ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അപ്പൊ തുറമുഖാരെ പേര് വരും. കേന്ദ്ര സർക്കാരാ? അപ്പൊ നമ്മൾ പിന്നെ എവിടെ പോകണേ? നമ്മൾ ഇത്രയും പണിയെ നമ്മൾ എവിടെ പോകണം? നിങ്ങൾ കണക്ക് വേറെ വെച്ചോളി. എങ്ങനെ കണക്ക്? നിങ്ങൾ കണക്ക് വേറെ വെക്കണം. പണച്ചെലവും പരിഹാസവും നമുക്കും ക്രെഡിറ്റ് നിങ്ങൾക്കും. കൂടുതൽ ജാട കാണിച്ചാലേ വിഴിഞ്ഞം തുറമുഖം സമരം നടത്തി പൂട്ടിച്ചളയും. നമ്മളെ സമരമുറകൾ അറിയാലോ, പാർട്ടിയുടെ സമരമുറ അറിയാലോ. അറിയാം. അപ്പൊ നിങ്ങൾ പൂട്ടിക്കുമല്ലേ? പൂട്ടിക്കും. നമുക്കിത് തന്നെ വേണം. നമുക്കിത് തന്നെ. ഞാൻ അപ്പോഴേ എന്റെ നേതാവിന്റെ പറഞ്ഞതാണ്, ഇവരൊക്കെ ഇത് കൊടുക്കരുത് യുവന്മാർ കൈ കൊത്തുവന്നു. കൊത്തിയല്ലോ ഇപ്പോഴും. പൂട്ടിക്കും. ഗുജറാത്തിൽ കൊണ്ടുപോകേണ്ട തുറമുഖം ഇവിടെ കൊണ്ട് തന്നത് ഞങ്ങളെ തെറ്റ്. എന്റെ നേതാവിന്റെ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, നേതാവേ കൊടുക്കരുത്, യുവമാരത് നശിപ്പിക്കുമെന്ന്. നീ ഗുജറാത്തിൽ കൊണ്ട് പോടാ. നമ്മളെ മീൻ പിടിച്ച് ജീവിച്ചോളാം. കേട്ടാ. നമുക്ക് നല്ല തണ്ടും തണ്ടേ പറ്റുള്ളൂ. നല്ലതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ പണ്ട്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പോട്ട്. എന്തേടാ ഇത്? നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് വലിയ ശല്യമായില്ല. എന്താണ് പ്രശ്നം? ഇപ്പൊ എന്താണ് അടി? ശർമാജി, നിങ്ങളൊരു പ്രൊഫസറല്ലേ, നിങ്ങൾ ന്യായം പറയണം. നമ്മൾ കാശ് മുടക്കിയിട്ട് ഇപ്പൊ ഫുൾ ക്രെഡിറ്റ് യുവമാർക്ക് വേണമെന്ന്, അത് ഇവന്റെ പാർട്ടി. കാര്യങ്ങളൊക്കെ ശരിയാണ്. എനിക്കാണെങ്കിൽ രാഷ്ട്രീയമില്ല, ഞാൻ നിഷ്പക്ഷനാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിലൊരു മൂന്നാം സാധ്യതയും കാണുന്നില്ലേ? ഓഹോ ശർമാജി, അപ്പൊ നിങ്ങൾ മൂന്നാം മുന്നണിയുടെ കൂടെ ചേർന്ന് നമുക്ക് രണ്ടുപേർക്കിട്ട് പണി തരണം അല്ലേ? ശർമാജി, രണ്ടാമനായാലും മൂന്നാമനായാലും ഈ പദ്ധതിയിലേക്ക് എടുത്ത് ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. എടാ നീ നേരത്തെ എന്താ ഗുജറാത്തിൽ കൊണ്ടുപോകണം? ഗുജറാത്തിൽ കൊണ്ടുപോകണേ. നീ ഗുജറാത്തിൽ കൊണ്ടുപോ. നിർത്ത്. ഇവിടെ ആര് കാശ് മുടക്കിയാലും കേന്ദ്രത്തിനും കേരളത്തിനും ഒരു അഭിമാനമല്ലേ? അത് അഭിമാനം അല്ലേ? കേരളത്തിനും കേന്ദ്രത്തിനും നികുതി വേണം കിട്ടോ? അതും കിട്ടും. പിന്നെ എന്തിനാണ് ഈ ഇങ്ങനെ കടന്ന് ആടിയുണ്ടാക്കുന്നത്? എന്തിനാ ആടിയുണ്ടാക്കുന്നത്? എന്നാലും ശർമാജി ഇവന്റെ വർത്താനം കേട്ടത്. ഇപ്പൊ ഗുജറാത്തിൽ കൊണ്ടുപോകുന്നു. ഗുജറാത്തില് ഞങ്ങൾ കൊണ്ടുപോകും, നിങ്ങൾക്ക് വേണ്ടല്ലോ. പിന്നെ ഗുജറാത്ത് അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ വേറെ സംസ്ഥാനങ്ങളുണ്ട്. കേരളം വിട്ടാൽ നിങ്ങൾ ഇതെവിടെ കൊണ്ടുപോകും? ഒന്നൊന്നര ചോദ്യം. ഇതൊരൊന്നൊന്നര ചോദ്യം. ശർമാജി ഇവൻ പറഞ്ഞു ഇങ്ങോട്ട് കയറി വരുന്ന കണ്ട ഇവന്റെ പറച്ചിലാണ് സംഭവം. എടാ നീ നല്ല തുറമുഖം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എടാ അങ്ങ് ചൈനയിൽ വേടാ നല്ല തുറമുഖം ഒരേ സമയത്ത് 80 കപ്പൽ തുറമുഖത്ത് നടക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം ചെയ്യും. നിങ്ങളെ കുടുംബം അടക്കം ചൈനയ്ക്ക് വയ്യ. എന്തൊരു തലവേദന കേസ്. എന്താ പൈസ? ഓ അങ്ങനെ പറഞ്ഞു. അതിലിപ്പോ പൈസ ഇല്ലല്ലോ. ശർമാജി, 1500 വീട്ടിൽ കറണ്ട് കട്ട് ചെയ്ത് പൈസ. അങ്ങനെ 1500 രൂപ വീട്ടിൽ കറണ്ട് കട്ട് ചെയ്തോടാ. അതിന് പിള്ളേർക്ക് ഇരുന്ന് പഠിക്കാനേ. 5360 കോടി മുടങ്ങി തുറമുഖം കെട്ടിയില്ലേ നിങ്ങൾ ആൾക്കാര്? ഒരു 1500 അതിൽ കുറച്ചോളം പറയും. പാർട്ടി കാര്യമല്ലടാ. നീ അത് തിളപ്പിങ്ങനല്ലായിരുന്നല്ലേ? ഒരു കാര്യം ചെയ്യും. ഗൂഗിൾ പേ ഉണ്ടോ? നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ട്? പിന്നെ എന്നുള്ള ഇതൊക്കെ വന്ന് നീ ഗൂഗിൾ പേ ചെയ്യോ? 1500 തന്ന് സഹായിരടാ. നീ എൻ്റെ ചക്കര കുട്ടലടാ. വട
അവള് വീട്ടിൽ ഉണ്ടാക്കി വെച്ച് നമുക്ക് കഴിക്കാം വാ